അസ്സലാമു അലൈക്കും. പേര് ഷിയാദ് എന്നാണ്, തൊണ്ടയാടാണ് വീട്. ഖുറാനിക സന്ദർഭമാണ്. അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് മലക്കുകൾക്കും ഇബ്ലീസിനും പരിചയപ്പെടുത്തുന്നുണ്ട്. മലക്കുകൾ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമുഖത്ത് ഇതിനു മുമ്പ് രക്തം ചിന്തിയ പോലത്തെ സൃഷ്ടിപ്പിനെ നീ എന്തിനെ സൃഷ്ടിക്കുന്നു? അതേ അവസരത്തിൽ ആദമിന് വണങ്ങാൻ പറഞ്ഞ ഇബ്ലീസ് ധിക്കാരം കാണിച്ച അള്ളാഹുവിൻ്റെ കോപത്തിനിരയായിട്ട് അതിൻ്റെ റിവെഞ്ച് എടുക്കാനായിട്ട് അള്ളാഹുവിനോട് അവസരം ചോദിക്കുന്നുണ്ട്. മനുഷ്യ സമൂഹത്തിനെ വഴിപിടിപ്പിക്കാൻ എനിക്ക് ദീർഘായുസ്സ് തരണം. അങ്ങനെയെങ്കിൽ ഇവിടെ മലക്കുകൾ പറഞ്ഞ ആ സമൂഹം, രക്തം ചിന്തിക്കുന്ന സമൂഹം, ആ സമൂഹത്തിന് ആരാണ് വഴിപിടിപ്പിച്ചിരുന്നത്? പരിശുദ്ധ ഖുർആനിൽ മലക്കുകളോട് ഇന്നി ജായലും ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞേക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ സൃഷ്ടിക്കുകയാണോ എന്ന് ചോദിച്ചു. മുൻപുള്ള ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു എന്നെങ്ങനെയാണ് ഇബ്ലീസ് ഇല്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ വഴിപിഴപ്പിച്ചതെന്ന്? അങ്ങനെ ആരാണ് പറഞ്ഞത്? ഖുർആനിൽ അവിടെ ഇല്ല. മുൻപുള്ള ആളുകളെ പോലെ ഒരു കൂട്ടരെ സൃഷ്ടിക്കുകയാണോ എന്ന് മലക്കുകൾ ചോദിച്ചു എന്ന് ഖുർആനിൽ അവിടെ ഇല്ല. ഖുർആനിലുള്ളത് മലക്കുകളോട് ഭൂമിയിലൊരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ നീ എന്തിനെ സൃഷ്ടിക്കുന്നു എന്ന് ചോദിച്ചു എന്ന്. അത് മുമ്പുള്ള ആളുകളിൽ നിന്ന് കണ്ടിട്ടാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പരിശുദ്ധ ഖുർആനിലില്ല. എങ്ങനെയാണ് പിന്നെ മലക്കുകൾ ഇത് ചോദിച്ചത്? മലക്കുകൾ ചോദിച്ചത് മനുഷ്യൻ ഒരു ഖലീഫ ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ പോകുന്നുണ്ടെന്നും ആ ഖലീഫക്ക് ഇന്ന സവിശേഷതകളുണ്ടെന്നും അള്ളാഹു നേരത്തെ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തതനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വിഭാഗത്തെ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു വിഭാഗത്തെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാഭാവികമായ ഭാഗമാണെന്ത്? ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിയിട്ട് തിന്മകൾ ചെയ്യും, കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ളവരെ എന്തിനെ സൃഷ്ടിക്കുന്നു? അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും മലക്കുകൾക്ക് പടച്ചോ നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ സംഭാഷണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം മലക്കുകൾ ചോദിച്ചാൽ എന്താണ്? നിന്നെ അനുസരിച്ച് നിന്നെ തസ്ബീഹ് ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളുണ്ടല്ലോ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ രണ്ട് മുഖങ്ങളും മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അവൻ നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാകും, തിന്മ ചെയ്തുകൊണ്ട് അധമനുമാകും. കാരണം സ്വാതന്ത്ര്യം നൽകിയിട്ട് പറഞ്ഞേക്കാൻ പോകുന്നു. ആ നന്മ ചെയ്തുകൊണ്ട് ഔന്നത്യത്തിലെത്തും എന്നുള്ള കാര്യം അത് ചെയ്യുന്ന ആളുകളായി മലക്കുകൾ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഉള്ളത് എന്താണ്? അവൻ്റെ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ഉള്ള അവനെ എന്തിനാണ് ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്? ഇതാണ് മലക്കുകൾ ചോദിച്ചത്. അപ്പോൾ പടച്ചോൻ പറഞ്ഞത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ്. കാരണം പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തത് മാത്രമേ മലക്കുകൾക്ക് അറിയുള്ളൂ. ആ മലക്കുകൾക്ക് പടച്ചവൻ പഠിപ്പിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് മലക്കുകൾ പറഞ്ഞ മറുപടി. അതല്ലാതെ മുൻപുള്ള ആരെങ്കിലും ജീവിച്ചിരുന്നു അതിൽ നിന്ന് മനസ്സിലാക്കി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഫലമായി നന്മ ചെയ്തുകൊണ്ട് ഉന്നതനാവുക എന്നതും തിന്മ ചെയ്തുകൊണ്ട് അധമനാവുക എന്നതും ഉണ്ടാകും എന്ന് മലക്കുകൾക്ക് അള്ളാഹു തന്നെ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. ചോദ്യമുണ്ടോ? ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇബ്ലീസ് ജിന്ന് വർഗത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ജിന്ന് വർഗത്തിൽ ശ്രേഷ്ഠമായ വ്യക്തിനാണല്ലോ ഇബ്ലീസ്. അപ്പോൾ അതിനർത്ഥം മോശമായ വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നല്ലോ ജിന്ന് വർഗത്തിൽ. ഒരുപക്ഷെ മലക്കുകൾ ഉദ്ദേശിച്ച് ആ വർഗത്തെ കുറിച്ചാണെങ്കിലോ? ഒരു പക്ഷേ മലക്കുകൾ ഉദ്ദേശിച്ചത് ആ വർഗത്തെ കുറിച്ചാണെങ്കിലോ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറഞ്ഞു തരണം മലക്കുകൾ അങ്ങനെ ഉദ്ദേശിച്ചത് ആ വർഗത്തെ കുറിച്ചാണ്. കാരണം ജിന്നുണ്ടെന്നും മലക്കുണ്ടെന്നും എല്ലാം നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹ് പറഞ്ഞിട്ടാണ്. ആ ഖുർആൻ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. മലക്കുകൾ ഈ പറഞ്ഞതിൽ തന്നെ വ്യക്തമാണ്, ഞങ്ങൾക്ക് നീ അറിയിച്ചു തരാത്തതൊന്നും അറിയില്ല. അള്ളാഹു അറിയിച്ചു തരാത്ത ഒന്നും അറിയാത്ത ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഗവേഷണം ചെയ്തിട്ട് ഇങ്ങനെ ജിന്നിനെ പോലെ ഇങ്ങനെ ഒരു വിഭാഗം എന്നുള്ള ഗവേഷണം ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിലാണല്ലോ നിങ്ങൾ പറഞ്ഞ ചോദ്യം പ്രസക്തമാവുന്നത്. അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞത് നമ്മുടെ ഒരു സങ്കല്പം മാത്രമാണ്. അത്തരം ഒരു സങ്കല്പത്തിന് യാതൊരു അടിത്തറയില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ജിന്നുകളെ കുറിച്ചാകാം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ജിന്നുകൾ മനുഷ്യരിൽ പഴപ്പിക്കലാണ്, പിഴപ്പിക്കുക എന്ന പണി മാത്രമാണ് ഇബ്ലീസ് ചെയ്യണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണകളെ ചോദ്യത്തിലുണ്ടാകും, കൂടി തീർക്കേണ്ടതുണ്ട്.
പിഴക്കുക എന്ന പണി മനുഷ്യൻ്റെതാണ്. പിഴക്കാൻ കഴിയുന്നത് മനുഷ്യനുള്ളത് കൊണ്ടാണ് പിഴപ്പിക്കുക എന്ന പണി ഇബ്ലീസ് ചെയ്യുന്നത്. പിഴക്കാൻ കഴിയാത്ത ജന്തുജാലങ്ങൾക്കൊന്നും പിഴപ്പിക്കാൻ ഇബ്ലീസിന് കഴിയണില്ല. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയത് കൊണ്ടാണ് പിഴക്കുക എന്നുള്ളത് ഉണ്ടാവുന്നത്. ആ പിഴക്കുക എന്നുള്ളത് ഉള്ളത് കൊണ്ടാണ് പിഴപ്പിക്കുക എന്നുള്ളത് ഇബ്ലീസ് ചെയ്യുന്നത്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, ഇബ്ലീസ് ഇല്ലെങ്കിൽ മനുഷ്യൻ പിഴച്ചു പോകൂല എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇബ്ലീസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടല്ല മനുഷ്യൻ പിഴക്കണത്. മനുഷ്യന് പിഴക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ്, ശരിയും തെറ്റും ചെയ്യാൻ മനുഷ്യന് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. ഇബ്ലീസ് അവിടെ ചെയ്യുന്നത്, ശൈത്താൻ ചെയ്യുന്നത് മനുഷ്യനെ വഴി തെറ്റിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. തെറ്റുന്നത് മനുഷ്യൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഏതായിരുന്നാലും ഇവിടെ നമ്മൾ വളരെ പ്രസക്തമായൊരു വെബ്സിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇനി ആ വെബ്സിൻ നിങ്ങളുടെ കൈകളിലാണ്. www.സ്നേഹസംവാദം.org എന്ന മേൽവിലാസത്തിൽ നിങ്ങൾ URL ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സിൻ്റെ വരിക്കാരാകും. ആ വരിക്കാരായി സ്ഥിരമായി ഇൻഷാ അല്ലാഹ് മാർച്ച് തുടക്കം മുതൽക്ക് തന്നെ വെബ്സിൻ വളരെ സജീവമായ ആക്ടിവേറ്റാവും. ഇപ്പോഴും വെബ്സിനുണ്ട്, പക്ഷേ സജീവമായ ആക്ടിവേറ്റ് അപ്പം മുതലാണ്. നിങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാവുക. പരമാവധി ആളുകൾക്ക് ആ സന്ദേശം എത്തിക്കുക. ആളുകളിലേക്ക് ഈ വെബ്സിൻ്റെ സന്ദേശം എത്തിക്കുകയും ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവമാവുകയും ചെയ്യുക എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സന്ദേശ പ്രചരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ മുന്നിലേക്കുള്ള ഒരു പ്രയാണത്തിലെ ഒരു നാഴികക്കല്ലാണ് ഈ സന്ദർഭം. ഇത് നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.